നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് പട്ടാമ്പിയിൽ ഒരു 30-കാരിയെ അതിക്രൂരമായി കുത്തി വീഴ്ത്തി തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം ഒരു കൊലപാതക വാർത്ത എന്നതിലപ്പുറം ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട് ഈ വാർത്തയിൽ. കൊല്ലപ്പെട്ട പ്രിവിയ എന്ന യുവതിയെ നേരത്തെ തന്നെ കൊലയാളിയായ സന്തോഷ് ഭയപ്പെടുത്തിയിരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പ്രിവിയോട് പിന്മാറണം എന്നതായിരുന്നു സന്തോഷിൻ്റെ ആവശ്യം. ഇവർ തമ്മിൽ നിരന്തര വഴക്കുകൾ. ഒടുവിൽ പ്രതിശ്രുതവരനെ വിഷുദിനത്തിൽ കാണാൻ പോകുമ്പോഴാണ് പ്രിവിയയ്ക്ക് ഈ ദുരന്തമുണ്ടാകുന്നത്. പ്രിവിയയ്ക്ക് വേണ്ടി കാത്തിരുന്ന വരൻ അവളെ കാണാതായതോടെ അവൾ വരുന്ന വഴിയിലൂടെ തിരികെ നടക്കുന്നു. ഈ സമയത്ത് സന്തോഷ് ആ വഴിയിലൂടെ തിടുക്കത്തിൽ നടന്നു പോകുന്നത് പ്രതിശ്രുതവരൻ കണ്ടു. സന്തോഷിൻ്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്നു പ്രിവിയ. പ്രിവിയ മുൻപ് വിവാഹിതയും 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയും. സന്തോഷിനെ പരിചയപ്പെട്ടതോടെ അവൾ തൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, ഭർത്താവിനെയും കുട്ടിയെയും. പിന്നെ സന്തോഷമൊത്ത് ജീവിക്കാൻ അവൾ തീരുമാനമെടുത്തു. ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ. പ്രിവിയയിൽ മതിമറന്ന സന്തോഷ് തൻ്റെ കുടുംബത്തെ പിന്നീട് ഉപേക്ഷിക്കുന്നു. കുടുംബം നഷ്ടമായ സന്തോഷ് പ്രിവിയോടൊപ്പം തൻ്റെ ബാക്കിയുള്ള ജീവിതം കഴിച്ചുകൂട്ടാം എന്ന് കണക്കുകൂട്ടി. എന്നാൽ പ്രിവിയുടെ വീട്ടുകാർ ഇതിനോടൊട്ടും യോജിച്ചില്ല. 6 മാസങ്ങൾക്ക് മുൻപ് ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ജോലി മതിയാക്കി അവളെ തിരികെ വീട്ടിലെത്തിച്ചു പ്രിവിയയുടെ വീട്ടുകാർ. അതിനുശേഷം പ്രിവിയ മറ്റൊരു യുവാവിനെ കണ്ടെത്തുന്നു. അയാളുമൊത്തുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു. ഇത് സന്തോഷിൽ വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടാക്കി. സന്തോഷിൻ്റെ പെരുമാറ്റം പലപ്പോഴും അസഹനീയമായിരുന്നു എന്ന് പ്രിവിയ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ തൻ്റെ എല്ലാമെല്ലാമായ സുഹൃത്ത് സന്തോഷ് തന്നെ അവളെ കുത്തി വീഴ്ത്തി അതിനുശേഷം തീ കൊളുത്തി. സന്തോഷ് കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഉറ, തീ കൊളുത്തിയ ലൈറ്റർ എന്നിവ സമീപത്ത് നിന്ന് പോലീസ് ശേഖരിച്ചു. പ്രിവിയെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കളെ ആദ്യം വിളിച്ചറിയിച്ചതും ഈ സന്തോഷ് തന്നെ. അതിനുശേഷം ബന്ധുവീട്ടിലെത്തി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ. ആത്മഹത്യാ ശ്രമത്തിനിടയിൽ അയാളെ ആശുപത്രിയിലാക്കി. പക്ഷേ അപ്പോഴേക്കും സന്തോഷ് മരിച്ചു. ഈ മാസം 29-ാം തീയതിയായിരുന്നു പ്രിവിയയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴയുണ്ടായാൽ പിന്നീടുള്ള തുടർ തീരുമാനങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം. അത് ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രിവിയയുടെ ജീവിതം. ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള യുവാക്കളും യുവതികളുമൊക്കെ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. പ്രിവിയ എന്ന സുന്ദരിക്ക് തൻ്റെ ജീവിതം നഷ്ടപ്പെടാനുള്ള കാരണം അവളെടുത്ത തീരുമാനങ്ങൾ തന്നെ. എന്നാൽ പൂർണ്ണമായി അവളെ മനസ്സിലാക്കാതെ പ്രിവിയെ കുറ്റപ്പെടുത്താൻ സമൂഹത്തിന് പോലും കഴിയില്ല. സന്തോഷിൽ നിന്നും അകന്ന് പുതിയൊരു വിവാഹവുമായി അവൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോഴാണ് അവൾക്ക് അവളുടെ ജീവിതം നഷ്ടമായത്. വിവാഹത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് സന്തോഷ് നിരന്തരം അവളോട് ആവശ്യപ്പെട്ടിരുന്നു. പട്ടാമ്പി കൊടുമുണ്ടിയിലാണ് പ്രിവിയെ സുഹൃത്ത് സന്തോഷ് കുത്തിവീഴ്ത്തിയതിനു ശേഷം തീ കൊളുത്തി കൊന്നത്. പ്രിവിയെ കൊലപ്പെടുത്തിയ ആലൂർ മൂലടിയിൽ സന്തോഷ് എന്ന 45-കാരൻ യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഉടമയാണ്. അവർ തമ്മിലുള്ള അടുപ്പം തന്നെയാണ് ഇരുവരുടെയും ജീവിതം കൈവിട്ടു പോകാനുള്ള കാരണം. ഇത്ര വലിയ കൊടും ക്രൂരത സുഹൃത്ത് സന്തോഷ് ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. എങ്കിലും പലപ്പോഴും സമൂഹത്തിൻ്റെ മനസ്സ് നമുക്ക് നിർവചിക്കുക വയ്യ. ഓരോ ദിവസങ്ങളിലും ഇത്തരം വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും മനസ്സിലാക്കുന്നു. പ്രണയത്തിൻ്റെ പേരിൽ എത്രയെത്ര ജന്മങ്ങളാണ് ഇവിടെ തൊലഞ്ഞടുങ്ങിയത്. എത്രയെത്ര യുവതികളെയാണ് ഇതുപോലെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലുന്നത്. പ്രണയാഭ്യർത്ഥനയുമായി പിന്നാലെ കൂടി ഒടുവിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തി സ്വയം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ വികൃത ജന്മങ്ങൾ. കൊടുംക്രൂര മനസ്സുള്ളവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് എന്ന തിരിച്ചറിവോടെ മാത്രമേ ഇവിടെ ജീവിതം സാധ്യമാകൂ. ഈ സംഭവത്തിൽ പൂർണ്ണമായും നമുക്ക് പ്രിവിയ എന്ന യുവതിയെ മാത്രം കുറ്റപ്പെടുത്തുക വയ്യ. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അവൾ ഒരുപക്ഷെ സന്തോഷിൽ തൻ്റെ ജീവിതം കണ്ടെത്തിയിരിക്കാം. എന്നാൽ അവൻ്റെ വികൃതമായ പെരുമാറ്റത്തിൽ അവൾ ഭയപ്പെട്ടു പോയിരിക്കാം. അതുകൊണ്ടാവണം അവൾ പിന്നീട് അവനിലേക്ക് തിരിച്ചു വരാത്തത്. പുതിയൊരു വിവാഹ ജീവിതം കൊതിച്ച അവൾക്ക് അതിന് കഴിഞ്ഞില്ല. സന്തോഷിൻ്റെ കൊടുക്രൂര മനസ്സ് തന്നെയാവും അവളുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ സമ്മാനിച്ചതും. ഒരുപാട് ചിന്തിച്ചു വേണം ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവം.
തൻ്റെ കാരണങ്ങൾ കൊണ്ടോ തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ വിവാഹബന്ധം വേർപെടുന്ന ദമ്പതികളെ സംബന്ധിച്ചും ഇത്തരം വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട് എന്ന് തിരിച്ചറിയുക. ഒരുപാട് ചതിക്കുഴികൾ നമുക്കിടയിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് പ്രവീയുടെ ഈ കൊലപാതകം. അതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മത വേണം ജീവിതത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.